തോമാശ്ലീഹായുടെ പുതുഞായറിൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനവും പൗഷ്ടിയന വഴിയുള്ള ഈ കരുണയുടെ ദിവസം ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്കറിയാം, പൗഷ്ടിയന വിശുദ്ധയെ കരുണയുടെ അപ്പസ്തോലയായിട്ട് ഈശോ ഈ നാളുകൾ കാണിച്ചു തരുമ്പോൾ വാസ്തവത്തില് മാർത്തോമ്മ ക്രിസ്ത്യാനിയെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ഒരുപക്ഷെ അതിനേക്കാൾ അഭിമാനത്തോടെ പറയാൻ പറ്റും, കരുണയുടെ അനുഭവം ആദ്യമായിട്ട് സ്വന്തമാക്കിയ അപ്പസ്തോലനാണ് തോമാശ്ലീഹ. ഇത് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പൗഷ്ടിയനയോട് ഇങ്ങനെ കുമ്പസാരക്കാരൻ പറഞ്ഞുകൊണ്ട് ഡയറി എഴുതി, നമ്മുടെ മാർത്തോമാശ്ലീഹായോട് ഈശോ അന്ന് ഈ അനുഭവം കഴിഞ്ഞപ്പം നിനക്ക് കിട്ടിയ അനുഭവം നീ എഴുതണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാർത്തോമാശ്ലീഹ എഴുതുന്ന പുസ്തകത്തിന്റെ പേരെന്തായിരുന്നിരിക്കും? അപ്പൊ ദൈവത്തെ ദൈവമായിട്ട് അറിയാന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ എന്താണ്? ദൈവത്തെ കർത്താവായിട്ട് സ്വീകരിക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇത് വ്യത്യാസമുണ്ട്. നമ്മൾ കരുണയുടെ തിരുനാള്, പൊതു ഞായറാഴ്ച, ഇത് രണ്ടും നാളെ ആഘോഷിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ നാളുകളിൽ അത്ര ചുരുക്കമായിട്ടല്ലാതെ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു 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 അസ്വസ്ഥതയുടെ ചിന്തകളും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ നമുക്ക് നൂറ്റാണ്ടുകളായിട്ട് നമുക്കുണ്ടായിരുന്നത് ഈ നാളത്തെ ദിവസം, ഉയർപ്പിൻ്റെ 8-ാം ദിവസം പ്രധാനപ്പെട്ട സംഭവം ഏതാണ് നമുക്കുണ്ടായിരുന്നത്? തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം, അല്ലേ? പുതു ഞായറാഴ്ച നമ്മുടെ മലയാറ്റൂർ തിരുമലകയറ്റവും ഇവിടെ കുരിശുമല കയറ്റവും ഒക്കെ പുതു ഞായറാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പം അങ്ങനെ ഇരിക്കെ പൗഷ്ടിയന വഴിയായിട്ട് ഈ കരുണയുടെ തിരുനാള് ഈ പുതിയ ഞായറാഴ്ച വരുമ്പോൾ അതേക്കുറിച്ചുള്ള കുറേ ശങ്കകളും സംശയങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സഭയുടെ പുതിയ ഞായറാഴ്ച പാരമ്പര്യത്തെ വളരെ ആഘോഷമായിട്ട് നമ്മളിപ്പം മലകയറ്റം ഇതെല്ലാം അതിനു വേണ്ടി മാറ്റിവെച്ചപ്പെട്ടിരിക്കുന്ന വലിയ ദിവസം, അത് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നു. 8-ാം ദിവസം അപ്പസ്തലന്മാർ മുറിക്കാത്ത കഥ കടച്ചിരിക്കുമ്പോൾ തോമായും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഈശോ വന്നു, നമുക്കെല്ലാം അറിയാം. ആ ദിവസത്തെ മാറ്റിവെച്ചുകൊണ്ട് പൗഷ്ടിയന വന്ന് കയറുകയാണോ? പൗഷ്ടിയന വന്ന് ഇടിച്ചു കയറി തോമാശ്ലീഹായെ ഉന്തി മാറ്റുകയാണോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കാരോ വാട്സാപ്പിൽ ഒരു കുറിപ്പ് അയച്ചു തന്നു. മിനിഞ്ഞാന്ന് അതൊരു ജെയിംസ് ചവറപ്പുഴ അച്ഛൻ്റേതാണെങ്കിൽ അച്ഛനെ അറിയത്തില്ല. അച്ഛൻ വളരെ ഭംഗിയായിട്ട് നമ്മുടെ സഭയിലെ പുതു ഞായർ ആഘോഷത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എല്ലാം വളരെ ഭംഗിയായിട്ട് ആ കുറിപ്പിനകത്ത് പങ്കുവെച്ചിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ചില പങ്കുവെക്കൽ കണ്ടപ്പം. കുറേ കൂടി എനിക്ക് പുതു ഞായറിൻ്റെ പ്രസക്തിയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അത് നൂറ്റാണ്ടുകളായിട്ട് വൈറ്റ് സൺഡേ, വെള്ള ഞായർ എന്ന പേരിൽ പോലും അറിയപ്പെട്ടിരുന്നു. കാരണം ഈ ദുഃഖശനിയാഴ്ച, വലിയ ശനിയാഴ്ച നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പാരമ്പര്യമാണ്. ആളുകൾ മാമോദിസ മുങ്ങാനായിട്ട്, നമ്മളും പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ മാമോദിസ നവീകരണമുണ്ട് നമുക്ക് വലിയ ശനിയാഴ്ച, അല്ലേ? പുതുവെള്ളം, പുത്തൻതിരി, അങ്ങനെയൊക്കെ. ആ ദിവസമാണ് പണ്ടത്തെ നാളുകളിൽ മാമോദിസയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് മാമോദിസ മുങ്ങാൻ ആഗ്രഹിച്ച് വരുന്നവർക്ക് നോമ്പുകാലം വേണം പരിശീലനം എടുത്തിട്ട് മാമോദിസ മുങ്ങിയിരുന്നത്. മാമോദിസ മുങ്ങിയ ആൾക്കാർ പുതു വസ്ത്രം, വെള്ള ഉടുപ്പുമായിട്ട് എല്ലാവരും കൂടെ പള്ളിയിൽ വന്നിരുന്ന ഇഷ്ടപിറ്റ ദിവസം എങ്കിലും ദിവസമാണ് 8-ാം ദിവസത്തെ ഞായറാഴ്ച, പിന്നെയുള്ള നോർമൽ ഓർഡിനറി സൺഡേയിൽ ആദ്യത്തെ ഞായറാഴ്ച. അന്ന് വെള്ള ഉടുപ്പിട്ട് അനേകർ പള്ളിക്കകത്ത് വരുമായിരുന്നു. ഒരു വൈറ്റ് സൺഡേ എന്ന് പോലും ഒരു പേര്, പരാമർശനം ഈ ഞായറാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് ഈ ജെയിംസ് അച്ഛൻ പങ്കുവെച്ചിരിക്കുകയാണ്. അച്ഛനെ പങ്കുവെക്കുമ്പോൾ അച്ഛനകത്തൊരു ശങ്ക നമ്പരത്തോടെ പറയുന്നുണ്ട്, നമ്മുടെ ധ്യാനഗുരുക്കന്മാരൊക്കെ ഈ നാളുകളിൽ ഈ പുതു ഞായറാഴ്ചയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ അത് ഈ ഒരു കരുണക്കൊന്തയുടെ ഭക്തിയായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതൊരു ശരിയായ കാര്യമാണോ എന്ന് സംശയമാണ്. ധ്യാനഗുരുക്കന്മാർ ചിന്തിക്കണമെന്ന് അച്ഛൻ പങ്കുവച്ചിരിക്കുകയാണ്. ആ ചിന്ത പെട്ടെന്ന് നമുക്ക് തോന്നും ശരിയാണല്ലോ എന്ന്. ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ പശ്ചാത്തലത്തിൽ അച്ഛന്മാരുടെ ഒരു ഹൗസിൽ ചെല്ലുമ്പം കുറേ അച്ഛന്മാർ അവിടെയുണ്ട്. അവർ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം 4 മണിക്ക്. അപ്പോൾ അവർക്കിടയിൽ വളരെ ചൂട് പിടിച്ച ഒരു ചർച്ച നടക്കുകയാണ്. ഒരു അച്ഛന്മാർ പറഞ്ഞത്, നമ്മൾ ഇത്രയും നാളും പുതിയ ഞായറാഴ്ചയായിട്ട് തോമാശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം, മാർത്തോമാശ്ലീഹായുടെ മക്കളായ നമ്മൾ എത്ര ആഘോഷമായിട്ട് കൊണ്ടാടിയിരുന്ന
രണ്ടാം ദുഃഖാന എന്ന പോലെയുള്ള പ്രാധാന്യമുള്ള ദിവസമാണ് പൊതു ഞായറാഴ്ച, ദുഃഖാന തിരുനാൾ. അങ്ങനെ ഇത് വളരെ ആഘോഷമായിട്ട് തോമാശ്രീയുടെ ഓർമ്മ വെക്കുന്ന ദിവസം. അതിപ്പോൾ മാറ്റി വെച്ചിട്ട്, ശരിയാണ് ഈശോയുടെ ചിത്രമാണ് കരുണയുടെ ചിത്രം, ആ ചിത്രം എടുത്ത് വെച്ച് പൗസ്റ്റീന വിശുദ്ധയുടെ കാര്യങ്ങളും പറഞ്ഞ് കരുണക്കൊന്തം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ തോമാശ്രീയെ നമ്മളെടുത്ത് പുറത്ത് കളയുന്നത് അതൊരിക്കലും ശരിയല്ല എന്നുള്ള ചിന്ത എന്ന് പറഞ്ഞ് ഇങ്ങനെ തർക്കിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് കേട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വാസ്തവത്തിൽ അച്ഛന്മാരെ ഇത് അങ്ങനെ തർക്കത്തിൻ്റെ വിഷയമാണോ, ഒരു തർക്കത്തിൻ്റെ വിഷയമാണോ എന്ന് പറഞ്ഞ് ചില പങ്കുവെക്കുണ്ടായി. അപ്പോൾ ഞാൻ കഴിച്ച ജെയിംസ് അച്ഛൻ്റെ പങ്കുവെക്കൽ കണ്ടപ്പോഴും അച്ഛന് ധ്യാനഗുരുക്കന്മാർ അങ്ങനെ എടുത്ത് അച്ഛൻ്റെ ആത്മാർത്ഥ കൊണ്ട് സ്നേഹം കൊണ്ടുമാണ്. അച്ഛൻ നല്ല ദൈവശാസ്ത്രജ്ഞനായ ഡോക്ടറേറ്റുള്ള അച്ഛൻ തന്നെയാണ്. അപ്പോൾ ധ്യാനഗുരുക്കന്മാരെന്ന് പറയാനൊരു കാരണം എനിക്ക് തോന്നുന്നു, ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ ദാനിയേൽ പൂവണ്ണത്തിലച്ഛനും കരുണക്കൊന്തയെക്കുറിച്ച്, ഈ നവനാളിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് ചെറിയൊരു വീഡിയോ ഇട്ട് എല്ലായിടത്തും പങ്കുവെക്കണമെന്ന് പറഞ്ഞ് അത് അനേകർ പങ്കുവെച്ചിട്ടുമുണ്ട്. എനിക്കൊന്ന് ഒത്തിരി ആൾക്കാർ പങ്കുവെക്കുകയുണ്ടായി. ഏപ്രിൽ 12-ാം തീയതി മഹാ അത്ഭുതത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് എടുത്തൊന്ന് കേട്ടു അച്ഛനെന്താ പങ്കുവെക്കുന്നത്. അപ്പം അച്ഛനത് വേറൊന്നുമില്ല, കരുണക്കൊന്തയെക്കുറിച്ച് അല്ല കരുണയുടെ തിരുനാളിനെ കുറിച്ച് പൗസ്റ്റീന വിശുദ്ധ വഴി ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അച്ഛനെ 5 കാര്യം എണ്ണി പറഞ്ഞിട്ട് കരുണയിലേക്ക് വരണമെന്ന് പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഒരു പക്ഷേ അതും കൂടെ അതൊക്കെ കണ്ടിട്ടായിരിക്കാം വേണമെങ്കിൽ ജെയിംസ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ ധ്യാനഗുരുക്കന്മാർ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മാർത്തോമാ ശ്ലീഹായെ മാറ്റിവെച്ചുകൊണ്ട് വേറെ അവസ്ഥ കൊണ്ടുപോകുന്നു. ഇത് ശരിയല്ല, ദൈവശാസ്ത്രപരമായിട്ട് സഭയുടെ പാരമ്പര്യം വെച്ചും ശരിയല്ല എന്നൊക്കെയുള്ള ചിന്ത. വാസ്തവത്തിൽ ഇതേക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ധ്യാനഗുരുക്കന്മാരെന്ന് പറയുന്ന ഒരു പ്രത്യേക കാറ്റഗറി അല്ല. അങ്ങനെ ഗുരുക്കന്മാർ എല്ലാ വൈദികരും വചനം പ്രഘോഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ഗുരുക്കന്മാർ തന്നെയാണ്, ഒരു സംശയമില്ല. തിമോത്തിക്ക് എഴുതുമ്പോൾ അപ്പസ്വരം പറയല്ലേ, നിരന്തരം വചന പ്രഘോഷണത്തിലും പ്രബോധനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന സഭയുടെ ശ്രേഷ്ഠന്മാരെ പ്രത്യേകമായിട്ട് കൂടുതൽ ബഹുമാനത്തിന് ആൾക്കാർ കണക്കാക്കണം എന്നുപോലും പറഞ്ഞിരിക്കുകയാണ്. കാരണം വചന പ്രഘോഷിക്കുക എന്ന് പറയുന്നത് ഒന്നാമത്തെ ദൗത്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നാളത്തെ ദിവസം തോമാശ്ലീഹായുടെ പൊതുഞായറിൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനവും പൗസ്റ്റീന വഴിയുള്ള ഈ കരുണയുടെ ദിവസം ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്കറിയാം, പൗസ്റ്റീന വിശുദ്ധയെ കരുണയുടെ അപ്പസ്തോലയായിട്ട് ഈശോ ഈ നാളുകൾ കാണിച്ചു തരുമ്പോൾ വാസ്തവത്തിൽ മാർത്തോമ്മ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ഒരുപക്ഷെ അതിനേക്കാൾ അഭിമാനത്തോടെ പറയാൻ പറ്റും, കരുണയുടെ അനുഭവം ആദ്യമായിട്ട് സ്വന്തമാക്കിയ അപ്പസ്തോലനാണ് തോമാശ്ലീഹ. ഇത് നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? അദ്ദേഹത്തിനുണ്ടായിരുന്ന അവിശ്വാസത്തിൻ്റെ ശങ്കയുടെ കുറച്ചൊക്കെ ഒരു സ്നേഹത്തിൽ നിന്നുള്ളതാണെങ്കിൽ ശാഠ്യത്തിൻ്റെ അവസ്ഥയെ ഈശോ മാറ്റിയിട്ട് വിശ്വാസിയാക്കി തീർക്കുന്നു, അല്ലേ? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഈ അവിശ്വാസിയായിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? അവിശ്വാസിയായിരിക്കുക എന്ന് വെച്ചാൽ ദൈവത്തോട് നോ പറയുകയാണ്. ദൈവത്തോട് നോ പറയുന്ന അനുഭവമാണ്. ഈശോ അപ്പസ്തോലന്മാരെ വിളിക്കുമ്പോൾ, ദൈവരാജ്യം പ്രഘോഷിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവരാജ്യം സമീപിച്ചിരിക്കും എന്ന് പറയുമ്പോൾ 15 മാർക്കോസ് 1:15 വാക്യം, അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അനുതപിച്ച് വിശ്വസിക്കണം. അനുതപിക്കാത്തവർക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. അനുതപിക്കുക, വിശ്വസിക്കുക, ഇതാണ് രക്ഷയുടെ അനുഭവത്തിൻ്റെ 2 കാലുകൾ. നമ്മൾ രക്ഷയിലൂടെ നടന്നു കയറാൻ ഉപയോഗിക്കുന്ന 2 കാലുകളാണ് അനുതാപത്തിൻ്റെ കാലും വിശ്വാസത്തിൻ്റെ കാലും. സംരക്ഷണം വേണോ? 2 കാര്യം, അനുതപിക്കണം, വിശ്വസിക്കണം. അനുതപിക്കുമ്പോഴാണ് സാത്താന് നമ്മൾ കൊടുത്ത അവകാശങ്ങൾ നമ്മളെ ഇളക്കി മാറ്റാൻ നമ്മൾ തയ്യാറാകുന്നത്. അതെങ്ങനെ ഇളക്കി മാറുന്നത്? അത് ഈശോയുടെ രക്തത്തിൽ കഴുകുമ്പോഴാണ്. യേശുവിൻ്റെ രക്തത്തിൽ കഴുകുക എന്നുള്ളതല്ലാതെ നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുന്ന തിന്മ മാറാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല. യെരമ്യായുടെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യം കണ്ടോ? എത്രയേറെ താളിയും കാരവും തേച്ചു കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുമ്പിലുണ്ടായിരിക്കും. ദൈവമായ കർത്താവ് ചെയ്യുന്നു. നമ്മുടെ പാപത്തിന്റെ കറ
പിശാചിന്റെ മുദ്രയാണത്. അത് മാറിപ്പോകണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ കുഞ്ഞാടിന്റെ പോലെ അമൂല്യമായ രക്തം, അതുകൊണ്ടല്ല മറ്റൊന്നുകൊണ്ടും അവിടെ ഒരു വിടുതലുണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല. ഹെബ്രായ ലേഖനം 9-ാമത്തെ അധ്യായത്തില് 13-14 വചനങ്ങൾ നോക്കിക്കേ. കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തം തളിക്കുന്ന പശുക്കിടാവിന്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തി അത് വിശുദ്ധീകരിക്കുകയില്ല. യേശുവിൻ രക്തം വിശുദ്ധീകരണം. സഹമുള്ള സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ കരുണയുടെ ചിത്രത്തിലെ ചുമന്ന കതിരുകള്. യേശുവിന്റെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചത് നമുക്കറിയാമല്ലോ. ഈശോയുടെ മരണത്തെപ്പറ്റി നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ 19:34 വാക്യം, എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. രക്തവും വെള്ളവും പുറപ്പെട്ടു. തുറക്കപ്പെട്ട വിലാവ്. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും 37-ാം വാക്യം കണ്ടോ, മറ്റൊരു തിരുവെടുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ക്രൂശിതനായ ഈശോയെ നോക്കി നിൽക്കണം. അപ്പൊ തോമാശ്ലീഹ ഈശോയുടെ പാർശ്വത്തില് കൈവെക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ തോമാശ്ലീഹായ ഈശോ തന്റെ തുറക്കപ്പെട്ട ഈ വിലാവിലേക്ക്, മുറിവിലേക്കാണ് കൊണ്ടുവരുന്നത്. 27-ാം വാക്യം തോമസിന് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ട് എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അവിശ്വാസത്തിന്റെ കറ, പാപം കഴുകി പോകട്ടെ. അപ്പം അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമാശ്ലീഹയുടെ അവിശ്വാസത്തിന്റെ കറ, അവിശ്വാസത്തിന്റെ അവസ്ഥയിൽ യൂദാസ്കറിയാത്ത പോയപ്പം ഈശോ പറഞ്ഞു, നിങ്ങളൊരു പിശാചാണ്. ആ അവിശ്വാസം മാറാൻ ഈശോ ആവശ്യപ്പെടുക. പക്ഷെ യൂദാസ് മാറിയില്ല. തോമാശ്ലീഹയും അതേ അവസ്ഥയിൽ കൂടെ പോവുകയാണ്. ഈശോ പറയാണ്, അവിശ്വാസി ആയിരിക്കാതെ വിശ്വാസത്തിലേക്ക് വന്നേ. അവിശ്വാസത്തിന്റെ കറ, പാപം മായ്ച്ചു കളയാൻ നീ വന്നേ. ഉടനെ തോമാശ്ലീഹ വന്ന് പാർശ്വത്തിൽ കൈവച്ചു. നമ്മൾ ഈ കരുണയുടെ നവനാളിന്റെ 9 ദിവസവും അത് ചൊല്ലിയപ്പം ആവർത്തിച്ച ഒരു ഫ്രേസ് ഉണ്ട്. ഈശോ തന്നെ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ച് കിട്ടിയിരിക്കുന്ന ഒരു പക്ഷേ ഏക നവനാൾ പ്രാർത്ഥനയാണ്. ഒരുപാട് നവനാൾ പ്രാർത്ഥന നമുക്കുണ്ട്. ഈശോ തന്നെ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ച് അത് അൾത്താരിരുന്ന് വിശുദ്ധയായിരിക്കുന്ന ഭവിഷ്ഠീന ആത്മീയപിതാവിന്റെ നിർദ്ദേശാനുസരണം കുറിച്ച ഡയറിയിൽ കൃത്യമായിട്ട് പങ്കുവച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 9 ദിവസത്തെ നൊവേനയിലും ആവർത്തിച്ച ഒരു പരാമർശനമുണ്ട്. ഇന്ന് ഇന്ന പാപാവസ്ഥ, ഇന്ന ആൾക്കാരെ എൻ്റെ പക്കൽ കൊണ്ടുവന്ന് കരുണക്കടലിൽ മുക്കുക, കരുണക്കടലിൽ മുക്കിയെടുക്കുക. അത് ഈശോ ഭവിഷ്യന വഴി ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ടു. ആദ്യം ഈശോ കരുണക്കടലിൽ മുക്കിയത് തോമാശ്ലീഹയാണ്. ആദ്യമായിട്ട് ഈശോ തന്റെ വിലാവില്, ആ തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക്, കരുണക്കടലിലേക്ക് തന്റെ കൈ കൊണ്ടുവന്ന് വെച്ച് മുക്കാൻ, കടന്നു വരാൻ. തോമാശ്ലീഹ വന്ന് കപ്പലിറങ്ങിയ കൊടുങ്ങല്ലൂരുള്ള തോമാശ്ലീഹായുടെ ആ തീർത്ഥാടന കേന്ദ്രത്തില് അവിടെ തോമാശ്ലീഹായുടെ വലത് കൈയുടെ അസ്ഥിയുടെ വലിയൊരു കഷണം വെച്ചിട്ടുണ്ട്. തോമാശ്ലീഹയുടെ വലത് കൈയുടെ അസ്ഥിയുടെ വലിയൊരു കഷണം. സാധാരണ തിരുശേഷിപ്പെന്ന് പറഞ്ഞ ചെറിയൊരു പൊടി തരി അസ്ഥി കഷ്ണം വരുള്ളൂ. ഇതങ്ങനെയല്ല. മൈലാപ്പൂരാണ് തോമാശ്ലീഹ അടക്കിയത്. പോർട്ടുഗീസ് മിഷണന്മാരുടെ കാലഘട്ടത്തിൽ അവര് അപ്പസ്തോലൻ തോമാശ്ലീഹയുടെ അവിടെ കണ്ടപ്പോൾ അവരവിടുന്ന് ആ അസ്ഥി എല്ലാം എടുത്തുകൊണ്ട് പോയി യൂറോപ്പിൽ കൊണ്ടുപോയി. ചോദിക്കാൻ പറയാൻ ആരുമില്ല. നമ്മുടെ സഭയൊന്നും അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അവർ കൊണ്ടുപോയി അത് ഇറ്റലിയെ കൊണ്ടുപോയി സ്ഥാപിച്ചു. അവിടുന്ന് 10-60 വർഷം മുമ്പ് വത്തിക്കാൻ ഇടപെട്ടിട്ട് മർത്തോമ്മ ക്രൈസ്തവര് കേരളത്തിലുണ്ട്. തോമസ് ഇവിടെ വെച്ചാൽ മരിച്ചത്. അതുകൊണ്ട് ആ തോമാശ്ലീഹയുടെ ശക്തമായ ഒരു തിരുശേഷി സാന്നിധ്യം കേരളത്തിൽ വേണം എന്നൊരു തീരുമാനമെടുത്തിട്ട് മാർപ്പാപ്പ തന്നെ ഇടപെട്ടിട്ട് തോമാശ്ലീഹയുടെ മരണത്തിന്റെ ശതാബ്ദി അവസരത്തിൽ
അതവിടെ അടുത്താരയുടെ പുറകിലെല്ലാം അടുത്തത് കാണാൻ പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ ശുശ്രൂഷയുടെ കാര്യം കുട്ടികളോട് പോയിട്ടുണ്ട് അവിടെ. അപ്പൊ ഈശോയുടെ പാർശ്വത്തിൽ വെച്ച കൈ വെച്ച ആ വ്യക്തിയുടെ ആ വലത് കൈയുടെ അസ്ഥിയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ അസ്ഥിയിലേക്ക് നോക്കുമ്പോൾ 2000 വർഷത്തിനപ്പുറത്തേക്ക് നേരെ നമ്മുടെ നോട്ടം ചെല്ലുന്നത് ആ അസ്ഥി. ഈശോയുടെ ആ മുറിവിന്റെ സ്പർശനം കിട്ടി അവിശ്വാസത്തിന് അഴുക്ക് മുഴുവൻ മാറിയ ആ വലിയ മഹാവിശുദ്ധൻ. അപ്പൊ നമ്മള് ഈ കരുണയുടെ ഒന്നാമത്തെ അപ്പസ്തോലനാണ് തോമാസ് ശ്ലീഹ. ഇത് നമ്മൾ മാർത്തോമാ ക്രിസ്തുവിന് പ്രത്യേകിച്ചും കേരള ക്രൈസ്തവര് ആഘോഷമായിട്ട് തിരിച്ചറിയേണ്ടതാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഈ പുതിയ ഞായറാഴ്ച തോമാസ് വിശ്വാസ പ്രഖ്യാപനത്തെ പറ്റി പറയുന്നിടത്ത് നമുക്ക് എങ്ങനെയോ കിട്ടാതെ പോയി. നമ്മൾ എങ്ങനെ തിരിച്ചറിഞ്ഞില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പൗഷ്ടിയനയുടെ മുൻപിലാണ് കരുണയുടെ തിരുനാളിന്റെ ആഘോഷവുമായിട്ട് തോമാസ് ശ്ലീഹ നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിശ്വാസത്തിന്റെ അഴുക്ക് മാറിയിട്ട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, പരിശുദ്ധാത്മാ അഭിഷേകം നിറയുന്നു. അതാണ് ചുമന്ന കതിരുകളും ഈ വെളുത്ത കതിരുകളുമായിട്ട് നമുക്ക് ആ കരുണയുടെ ചിത്രത്തില് നമുക്ക് ഇന്ന് അങ്ങനെ ലഭ്യമായിട്ട് കിട്ടിയിരിക്കുന്നത്. അവിടെ ശകമുള്ള സഹോദരങ്ങളെ, ഈ പുതിയ ഞായറാഴ്ചയും കരുണയുടെ തിരുനാളും ഒരു തരത്തിലും പരസ്പര വൈരുദ്ധ്യമുള്ളതല്ല, അതൊന്നു തന്നെയാണ്. നമുക്ക് നമ്മുടെ തോമാസ് ശ്ലീഹായെ വിശുദ്ധ മാർത്തോമ്മ ആയിട്ട് കിട്ടിയത് തമ്പുരാന്റെ കരുണ അദ്ദേഹം അനുഭവിച്ചത് കൊണ്ടാണ്. ആ കരുണ നമ്മൾ അനുഭവിച്ചെങ്കിലേ നമ്മളും ആ തോമാസ് ശ്ലീഹായുടെ ഉള്ള അനുഭവത്തോടെ ഈശോയ്ക്ക് ചേർന്ന മക്കളായിട്ട് മാറുകയുള്ളൂ എന്നൊരു വലിയ പാഠമാണ് തോമാസെ പഠിപ്പിക്കുന്നത്. ഞാൻ മുമ്പ് പറയുകയുണ്ടായി, പൗഷ്ടികനായിട്ട് ഡയറി പറഞ്ഞു, എൻ്റെ ആത്മാവിന്റെ അന്തരാളങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവ കരുണ എന്ന പുസ്തകത്തിന്റെ പേര്. എൻ്റെ ആത്മാവിന്റെ അന്തരാളങ്ങളിൽ ഒഴുകിയിറങ്ങിയ ദൈവ കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പൗഷ്ടികനായി എഴുതിയത് കുമ്പസാരക്കാരൻ ആ ഡയറി എഴുതാനായിട്ട് കൽപ്പന ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. ഡയറി എഴുതാൻ ആരംഭിച്ചിട്ട് അങ്ങനെ എഴുതി വരുമ്പം ഒരിക്കല് പിശാച് വന്നിട്ട് കുമ്പസാരക്കാരന്റെ രൂപത്തിൽ പിശാച് വന്ന് പൗഷ്ടികനോട് പറഞ്ഞു, ഇതൊക്കെ എഴുതണ്ട, അത് ഞാൻ ചുമ്മാ പറഞ്ഞ കത്തിച്ച് കളഞ്ഞേക്കാൻ പറഞ്ഞു. പൗഷ്ടികനെ കത്തിച്ചു കളഞ്ഞു. അത് സംഭവമുണ്ട്. പിന്നെ കുമ്പസാരക്കാരൻ വരുമ്പോൾ അറിയുന്നത് കത്തിച്ചു കളഞ്ഞു. അതിനെ കാണിച്ച് ആ അച്ഛനല്ലേ വന്ന് പറഞ്ഞു കത്തിച്ചു കളയാൻ, ഞാൻ വന്നില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പോഴാണ് പൗഷ്ടികൻ അത് പിശാച് വന്ന് കത്തിച്ചു കളയാൻ പറഞ്ഞതാ. വീണ്ടും എഴുതി. അതാണ് ഇപ്പൊ നമുക്ക് കിട്ടിക്കുന്ന ഡയറി. അപ്പം പൗഷ്ടികനോട് ഇങ്ങനെ കുമ്പസാരക്കാരൻ പറഞ്ഞുകൊണ്ട് ഡയറി എഴുതി. നമ്മുടെ മാർത്തോമാ ശ്ലീഹായോട് ഈശോ അന്ന് ഈ അനുഭവം കഴിഞ്ഞപ്പം നിനക്ക് കിട്ടിയ അനുഭവം നീ എഴുതണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മാർത്തോമാ ശ്ലീഹ എഴുതുന്ന പുസ്തകത്തിന്റെ പേരെന്തായിരുന്നിരിക്കും? തോമാസ് ശ്ലീഹ എഴുതുന്ന പുസ്തകത്തിന്റെ പേരെന്തായിരിക്കും? എൻ്റെ ആത്മാവിന്റെ അന്തരാളങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങിയ ദൈവ കരുണ ആണോ? അല്ല, പിന്നെ എന്നാ എഴുതുന്നത്? ഞാൻ അവിശ്വാസിയായിട്ട് ചാട്ടിയും പിടിച്ച് മറുതലിച്ചുകൊണ്ട് മാറി നിന്നപ്പം കർത്താവ് വന്നിട്ട് എന്നെ പേര് പറഞ്ഞ് വിളിച്ചിങ്ങ് വരാൻ പറഞ്ഞിട്ട് ആ കരുണയിലേക്ക് എൻ്റെ ജീവിതത്തെ മുക്കിയെടുത്തു. വിലാവി കൈ വെക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകി ഇറങ്ങി. അവിശ്വാസത്തിന്റെ കറയെല്ലാം ദൂരെ പോയി. ഞാൻ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു. മാർ വാലാഹ് സുറിയാനിയില് മാർ എൻ്റെ കർത്താവേ, ലാഹ് എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആ വിശ്വാസ പ്രഖ്യാപനം വാസ്തവത്തിൽ അതിന്റെ അർത്ഥം എന്താ? എൻ്റെ കർത്താവ്, നമ്മുടെ കുർബാനക്രമത്തിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന തോമാസിന്റെ വിശ്വാസ പ്രഖ്യാപനം കർത്താവായ ദൈവമേ, ഇല്ലേ? നമ്മളെപ്പോഴും പറയുന്നതല്ലേ കർത്താവായ ദൈവമേ. ആ പ്രയോഗത്തിനകത്ത് തോമാസ് വിശ്വാസ പ്രഖ്യാപനം ഉള്ളത്. എന്താ അതിന്റെ അർത്ഥ വ്യത്യാസം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ദൈവമെന്ന് പറയുമ്പം എലോഹിം യാഹ്വ എന്നുള്ള പേര് നമുക്കറിയാം. മോശ ചോദിച്ചു, ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പം അങ്ങയുടെ പേരെന്താ? അങ്ങനെ പേരൊന്നും പറഞ്ഞില്ല, ആയിരിക്കുന്നവൻ ഞാനാകുന്നു. അതാണ് യാഹ്വേ, യഹോവ. അത് പഴയ നിയമത്തിലെ ദൈവത്തെക്കുറിച്ച് പറയാൻ അവർ ഉപയോഗിച്ചു. ഈശോയും അപ്പോസ്തലന്മാരും പറയുന്നുണ്ട്, അയാം ഹുവാം, ഞാൻ ആയിരിക്കുന്നവനാണ് എന്ന് ഈശോ പറഞ്ഞ രംഗം യോഹന്നാൻ പറയുന്നുണ്ട്. അത് വെച്ച് നമ്മൾ ഈശോയ്ക്കും യഹോവ എന്ന് പേര് വിളിക്കാം. യഹോവ എന്ന് പറയാൻ പറ്റും. അതിന്റെ അർത്ഥത്തിലുള്ള ആയിരിക്കുന്നവനാണ്. എന്നാൽ ദൈവം എന്നുള്ള യഹോവ എന്ന വാക്കിന്റെ അർത്ഥം ആയിരിക്കുന്നവൻ ഞാനാണ്. ആ യഹോവയായിട്ട് സ്വയം പരിചയപ്പെടുത്തിയ ആ സാന്നിധ്യത്തെ ദൈവമായിട്ട് നീ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇതാ ഒന്നാമത്തെ ചോദ്യം. അപ്പൊ ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കുന്നോ? ഈശോയെ നസ്രത്തിലെ തന്റെ മകനായിട്ട് അംഗീകരിക്കുന്നു ലോകം മുഴുവനും. ചരിത്ര പുരുഷനാ.
അത് അംഗീകരിക്കും. ഈശോ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ലൂക്കാ 8:38-39 പിശാചബാധ ഒഴിഞ്ഞ മനുഷ്യൻ അവന്റെ കൂടെ ആയിരിക്കും അനുവാദം ചോദിച്ചു. അവനെ തിരിച്ചയച്ചു. ഈശോ പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചു പോയി ദൈവം നിനക്ക് ചെയ്തതെന്ന് അറിയിക്കുക. അവൻ പോയി ദൈവം തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം വ്യക്തമാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ വീട്ടിലേക്ക് പോയി എന്ത് ചെയ്തു? അവൻ പോയി യേശു തനിക്ക് വേണ്ടിയ കാര്യങ്ങൾ, അതെന്താ? ദൈവം ചെയ്തത് അറിയിക്കാൻ പറഞ്ഞു. അവൻ പോയി യേശു ചെയ്തത് അറിയിച്ചു. അപ്പൊ അവരപ്പം തന്നെ ബോധ്യമായി, ഈ യേശുവാണ് ദൈവം, ദൈവമാണ് ചെയ്തത്, ദൈവം തന്നെയാണ്. അങ്ങനെ യേശുവിനെ ദൈവമായിട്ട് യഹോവ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യഹോവയാണ് ദൈവം എന്ന തിരിച്ചറിയുന്നു. ഇതൊന്നാമത്തെ കാര്യമാണ്. യഹോവയെ ദൈവമായിട്ട് അംഗീകരിക്കുക. യഹോവയെ ഏതോ ഒരു അരുവി പ്രത്യക്ഷപ്പെട്ട് മോശ സംസാരിച്ചു, ദൈവമാണോ അല്ലെന്ന് അറിയത്തില്ല. ഈശോ ഒരു പ്രവാചകനാ, ദൈവമാണോന്ന് അറിയത്തില്ല. ഇതോടെ മാറ്റിവെക്കാൻ പറ്റും. യഹോവയെ ദൈവമല്ലാതെ മാറ്റിവെക്കാൻ പറ്റും. പക്ഷെ യഹോവയെ ദൈവമായിട്ട് അംഗീകരിക്കുക ഒന്നാമത്തെ കാര്യം. ഇപ്പൊ ദൈവത്തെ ദൈവമായിട്ട് അറിയുന്നവരാണ് പിശാചുക്കൾ പോലും. യാക്കോബ് 2:19 ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു, നല്ലത് തന്നെ. പിശാചുക്കൾ അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു, അറിയുന്നു. അപ്പൊ ദൈവത്തെ ദൈവമായിട്ട് അറിയാന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ എന്താണ്? ദൈവത്തെ കർത്താവായിട്ട് സ്വീകരിക്കുക എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇത് വ്യത്യാസമുണ്ട്. എന്താണ് കർത്താവ്? ലോർഡ്. പഴയ നിമിത്തത്തിൽ കാണാം എലോഹിം ദൈവം, ഒപ്പം അദോണായി കർത്താവ്. ഗോഡ് ആൻഡ് ലോർഡ്, ദൈവവും കർത്താവും എന്താണ് വ്യത്യാസം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്ന് പറയുന്നത് എന്താ? ആരാണ്? മലയാളത്തിൽ വ്യാകരണം പഠിപ്പിക്കുമ്പം വാക്യത്തില് കർത്താവ് ക്രിയ ഇല്ലേ? അങ്ങനെയില്ലേ? കർത്താവ് എന്ന് പറഞ്ഞ എന്താ? കർത്താവും ക്രിയയും കർമ്മം പ്രവൃത്തി ചെയ്യുന്ന ആളാണ് കർത്താവ്. കർമ്മം പ്രവൃത്തി ചെയ്യുന്ന ആളിനെ പറയുന്ന പേരാണ് കർത്താവ്. കൃത്യം പറഞ്ഞ അതാണ്. അപ്പൊ യേശുവിനെ തോമസിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ എന്താ അർത്ഥം? എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട ആളായിട്ട് നിന്നെ ഞാൻ അംഗീകരിക്കുന്നു. ദൈവത്തെ ഇങ്ങനെ അംഗീകരിക്കുന്നുണ്ടോ നീ? നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് ഈ ദൈവമാണ്. പിന്നെ വേറെ ആരാ പ്രവർത്തിക്കാൻ സാധ്യത? സാത്താൻ. കണ്ടോ? മനസ്സിലാക്കിക്ക്. ഹവ്വയുടെ ജീവിതത്തിൽ, ആദത്തിന്റെ ഹവ്വയുടെ ജീവിതത്തിൽ ദൈവമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഉൽപ്പത്തി 3-ാം അധ്യായത്തില് സർപ്പം വന്ന് കയറി. സർപ്പം പറഞ്ഞൊരു കാര്യം, ഈ പടപുറത്ത് നിന്നു, കുഴപ്പമില്ല. അവർ അനുസരിച്ചു. അപ്പോൾ ഹവ്വയുടെയും ആദത്തിന്റെ ജീവിതത്തിന് കർത്താവ് ആരായി? സാത്താനായി. സാത്താൻ പറയുന്നത് അനുസരിച്ചു. കണ്ടോ? കർത്താവ് ആയിട്ട് സാത്താനെ സ്വീകരിച്ചു ആദ്യ മാതാപിതാക്കള്. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 2-ാം വാക്യം, അത്താഴ സമയത്ത് പിശാച് ശമയോന്റെ പുത്രനായ യൂദാസിന്റെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തോന്നിച്ചു. അത് യൂദാസ് അനുസരിച്ചപ്പം യൂദാസിന്റെ ജീവിതത്തില് കർത്താവ് ആരാണ്? സാത്താനായി. മനസ്സിലായോ? യൂദാസിന്റെ ലൈഫില് പ്രവൃത്തി കർമ്മം ചെയ്യുന്നത് സാത്താൻ ആയി മാറി. അപ്പൊ തോമാശ്ലീഹ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഈശോയുടെ ഒരു മുട്ടുകുത്തിയപ്പം എന്തൊക്കെയാ സംഭവിക്കുന്നത്? നമ്മളിത് ഇങ്ങനെ കൊച്ചുനാള് മുതൽ കേട്ട് മൂർച്ച നഷ്ടപ്പെട്ടൊരു വചന. ഇത് മനസ്സിലാക്കിക്കുക. എന്താ അതിനർത്ഥം? ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കുന്നു. ആ ദൈവമായിരിക്കുന്ന ഈശോയെ അങ്ങ് എന്നെ ഇനി ഭരിച്ചോ, എന്നെ നയിച്ചോ, നിന്റെ വാക്ക് മാത്രം ഇനി ഞാൻ അനുസരിക്കുള്ളൂ. ഇതാ ഞാൻ. അതാണ് വിശ്വാസ പ്രഖ്യാപനം. എൻ്റെ ജീവിതത്തില് അങ്ങയുടെ വാക്ക്, അങ്ങയുടെ തിരുഹിതം, അങ്ങയുടെ ഇഷ്ടമല്ലാതെ വേറെ ഒന്നും ഇനി ഭരിക്കരുത്. അങ്ങാണ് എൻ്റെ കർത്താവ്. അപ്പൊ നമ്മൾ ദൈവത്തെ കർത്താവേ എന്ന് വിളിക്കുമ്പം വെറുതെ ഒരു അധരസേവ മാത്രം മാറരുത്. ദൈവമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത്, നയിക്കുന്നത് എന്ന് നമ്മൾ ഒപ്പുവെക്കുന്നതാണ് കർത്താവേ.
കർത്താവായ ദൈവമെന്ന് വിളിക്കുമ്പോൾ. അപ്പം എൻ്റെ കർത്താവ് എൻ്റെ ദൈവം എന്നുള്ള ഏറ്റുപറച്ചിലിനകത്ത് ഇത്രയും കാര്യം ഒളിച്ചേർന്നിരിക്കുകയാണ്. ഇതിലേക്ക് തോമാസിലേക്ക് എങ്ങനെ വരാൻ പറ്റി? തമ്പുരാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. 8-ാം ദിവസം ഈശോ പ്രത്യക്ഷപ്പെടുമ്പം തോമ ഇങ്ങനെ വിഷമിച്ച് ചാട്ടി പിടിച്ച് നിൽക്കുന്നു. അപ്പൊ ഈശോ പ്രത്യക്ഷപ്പെട്ടു. ബാക്കി അപ്പസ്തലന്മാർക്ക് എല്ലാവരും ആവേശമുണ്ട്, ഒന്ന് കണ്ടതല്ലേ കഴിഞ്ഞ ആഴ്ചയില്. അപ്പൊ തോമാശ്രീ അപ്പോഴേ ഒന്ന് പമ്മും ഇല്ലേ, യോ കർത്താവ് വന്നോ യോ. അപ്പൊ കൂട്ടുകാരുടെ മുമ്പിൽ നാണം കിടന്നു, പറഞ്ഞ വാക്ക് ഗുരു എങ്ങനെ തന്നെ കൈകാര്യം, ഇതെല്ലാം വിഷമിച്ചിരിക്കുമ്പം ഈശോ നേരെ തോമ ഇവിടെ വന്നേ. തോമാശ്രീയുടെ ശാഠ്യത്തിന്റെ വാക്കുകൾ എന്താണോ അതേ വാക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് വിളിച്ച്, എന്നുവെച്ചാൽ തമ്പുരാൻ താന്നു കൊടുക്കുകയാണ്. തോമാശ്രീക തന്റെ സ്നേഹം കൊണ്ടായിരിക്കാം, ഈശോയുടെ സ്നേഹം കൊണ്ടാ. പക്ഷെ ആ സ്നേഹത്തിന്റെ പേരിലാണ് അപ്പസ്തലന്മാർ ബാക്കി 10 പേര് പറഞ്ഞിട്ടും കേൾക്കാതെ ഒറ്റയ്ക്ക് നിന്ന് മറുതലിച്ച് നിന്ന തോമ. ആ തോമയുടെ മറുതലിപ്പിന്റെ ശാഠ്യത്തിലേക്ക് ഈശോ ഇറങ്ങി ചെല്ലുകയാ, താന്നു ചെല്ലുകയാണ്. ഇതാണ് ദൈവത്തിന്റെ കരുണ. ഈശോ അവിടെ വന്ന് എല്ലാ പുസ്തകം നോക്കിയിട്ട് ഈശോയ്ക്ക് പറയാമല്ലേ, തോമ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ നീ എവിടെയായിരുന്നു? നീ എവിടെ പോയതായിരുന്നു? ഈശോ കണക്ക് വയ്ക്കാൻ വേണമെങ്കിൽ ഇല്ലേ, ബാക്കി 10 പേരുണ്ടായിരുന്നല്ലോ ഇവിടെ, യുവദാസ് പോട്ടെ, നീ എവിടെ പോയതായിരുന്നു? ഈ കൂട്ടം വിട്ട് പോകാൻ ഞാൻ പറഞ്ഞതല്ലേ? ഒരു നീക്ക് വഴക്ക് പറയാം അവിടെ. ഇനി 2-ാമത്തെ കാര്യം, ഇന്നൊരു അപ്പസ്തലന്മാർ കൂട്ടുകാരെല്ലാം പറഞ്ഞതല്ലേ ഞാൻ വന്നെന്ന്. ഞാൻ നേരത്തെ 3 ദിവസം പറഞ്ഞതാ ഞാൻ ഉയർക്കുമെന്ന്. എന്നിട്ട് വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഇത്രയും ഞാൻ നോക്കിയിട്ടും നിനക്ക് സ്വീകരിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് ഗെറ്റ് ഔട്ട്. പത്രോസേ ഒരാളെ കൂടി എടുത്തോണം. 2 പേർക്ക് കുറിയിട്ടില്ലേ? കുറിയിടേണ്ട ആവശ്യമില്ല, കുറിയിടണ്ട ഇല്ലേ? 2 പേര് വന്നല്ലോ, 2 പേരെ അങ്ങ് എടുത്തു. ഈ മല്ല് കാണിച്ചവൻ അവിശ്വാസി പോട്ടെ, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നവൻ്റെ അപ്പം. നമുക്കറിയാം പുകഞ്ഞ കൊള്ളി അകത്തുനിന്നാണ്. പുകയും തിരികെടുത്തുകയില്ല, ചതഞ്ഞെ അങ്ങനെ ഓടിക്കുകയില്ല, ചേർത്ത് പിടിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ കാരുണ്യം. അപ്പൊ ഇന്ന് തോമാശ്രീക മാർത്തോമാശ്രീക ആയിട്ട് ആൾക്കാർ നമുക്കുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം ദൈവത്തിന്റെ കരുണയാണ്. ആ കരുണയിലൂടെയാണ് തോമായുടെ അവിശ്വാസത്തിന്റെ കറയെ ഈശോ തന്റെ തിരിച്ചോര കൊണ്ട് കഴുകിയത്. ഇതാണ് പുതിയാരുടെ സന്ദേശം. ഈ ഒരു വ്യക്തത എങ്ങനെയോ ഇത്ര നൂറ്റാണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അത് ഈ നാളുകളിൽ പൗസ്തീന വിശുദ്ധ വഴിയായിട്ട് ഇങ്ങനെ തമ്പുരാൻ പുതിയ വെളിപ്പെടുത്തലെന്ന് പറയാം. ഈ പുതിയ ഞായറാഴ്ച തോമാസ് വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഏക കാരണം എന്റെ കരുണയാ. അല്ല അവൻ പുറത്തു പോയേനെ. എന്റെ കാരുണ്യം കൊണ്ടാണ്. അവനെ ഞാൻ എന്റെ കരുണക്കടലിൽ മുക്കിയെടുത്തു. നിങ്ങൾ നിരന്തരം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ ജെയിംസ് അച്ഛൻ അച്ഛൻ ഇതേപ്പറ്റി പറഞ്ഞു വരുമ്പം അച്ഛൻ പറയാണ്, മാർപ്പാപ്പമാര് പഠിപ്പിക്കുമ്പം മാർപ്പാപ്പയ്ക്ക് 4 പൊസിഷനുണ്ട്. ഒരു പൊസിഷൻ മാർപ്പാപ്പയുടെ ഒരു സ്ഥാന പ്രസക്തി എന്ന് പറയുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ. ആ രീതിയിൽ മാർപ്പാപ്പ പഠിപ്പിക്കുമ്പം സഭ മുഴുവനും അത് സ്വീകരിക്കണം. 2-ാമത്തെ പ്രസക്തി ലാറ്റിൻ സഭയുടെ പാത്രിയർക്കീസാണ് മാർപ്പാപ്പ. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ പിതാവ്, അതുപോലെ ലാറ്റിൻ സഭയുടെ പാത്രിയർക്കീസ് ഹെഡാണ് മാർപ്പാപ്പ. അവിടെ മാർപ്പാപ്പ ആ സഭയിലെ ആൾക്കാർക്ക് വേണ്ടി പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. 2-ാമത്തെ ഒരു മേഖല. ഇനി 3-ാമത് റോമാരൂപതയുടെ മെത്രാനാണ് മാർപ്പാപ്പയ്ക്ക് ഒരു മെത്രാനുണ്ട്. റാഫേൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് സഭ മുഴുവൻ്റെ ആണ്. അതേസമയം എറണാകുളം അങ്കമാലി രൂപതയുടെ മെത്രാനുമാണ്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ്. അതുപോലെ മാർപ്പാപ്പ ഈ 2 പൊസിഷൻ, 3-ാമത്തേത് റോമ രൂപതയുടെ ബിഷപ്പാണ്. അത് മാർപ്പാപ്പ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ചില അവസരത്തിൽ ആ രൂപതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മാർപ്പാപ്പ എഴുതാറുണ്ട്, ഇടയിലെ എഴുതുന്ന പോലെ. ഇത് 4-ാമത് മാർപ്പാപ്പയുടെ പ്രസക്തി എന്താണ്? വത്തിക്കാൻ എന്നുള്ള രാജ്യത്തിന്റെ തലവനാണ്, സ്റ്റേറ്റിന്റെ തലവനാണ്, രാഷ്ട്രീയ അധികാരിയാണ്. അപ്പൊ ഈ 4 പ്രസക്തിയുണ്ട്. ഈ 4 രീതി മാർപ്പാപ്പ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ജനസച്ചൻ പറയുമായിരുന്നു, മാർപ്പാപ്പ ഈ കരുണയുടെ തിരുനാള് പറഞ്ഞ് പഠിപ്പിച്ചത് ലത്തീൻ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് കത്തോലിക്ക സഭയ്ക്ക് മുഴുവൻ വേണ്ടി അല്ല എന്നൊരു അച്ഛൻ പറഞ്ഞിരിക്കുക. അത് ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുകയല്ല. പക്ഷെ ഈ സ്വർഗത്തിലെ തമ്പുരാൻ ഇത് ലത്തീനും സീറോ മലബാറും മലങ്കരയും
24 സഭകൾ അങ്ങനെ തിരിയുന്നതിന് മുമ്പുള്ള കരുണയുടെ പ്രഘോഷണവും പ്രഖ്യാപനവും വെളിപ്പെടുത്തലുമാണ് പുതു ഞായറാഴ്ച ഈശോ തോമാശ്ലീഹ വഴി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലത്തീൻ സഭയും സീറോ മലബാറും മലങ്കരയും 24 സഭകളായിട്ട് തിരിഞ്ഞു വന്നിട്ടുള്ളൂ. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഉറവിട അനുഭവം സഭ പറയുന്നുണ്ട്, ആദ്യ ഫോന്തം ഉറവിടങ്ങളിലേക്ക് ഫൗണ്ടനിലേക്ക് ഉറവിടത്തിലേക്ക് വന്നേ, ഉറവിടത്തിലേക്ക് വാ. നമ്മുടെ ഉറവിടം വിശുദ്ധ ഗ്രന്ഥമാണ്, ആദിമ സഭയാണ്. അതിനും അപ്പുറം ഉറവിടം ഈശോ കാണിച്ചത് പിതാവായ ദൈവം, സ്വർഗത്തിലെ തൃത്വക ദൈവത്തിന്റെ ജീവിതമാണ്. അതായത് അങ്ങേറ്റത്തെ ഉറവിടം. അതാണ് ഈശോ ഭൂമി എന്ന് കാണിച്ചു തന്നത്, അപ്പസ്തലന്മാരോട് പങ്കുവെച്ചത്. അത് അപ്പസ്തലൻ പിന്നെ പങ്കുവെച്ചാണ് ആദിമസഭ അപ്പസ്തല പത്രം കാണുന്നത്, ആദിമസഭയെ നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം. അപ്പൊ അതിലേക്ക് നമ്മൾ നോക്കുന്നിടത്ത് ആ സഭയോ ഈ സഭയോ എന്നുള്ള ഒന്നുമില്ല, ആ സഭ ഈ സഭയൊന്നൊന്നുമില്ല. അപ്പൊ കരുണയുടെ ഈ ഒരു പ്രഘോഷണം പുതിയ ഞായറാഴ്ചയുടെ ഉയർപ്പിന്റെ 8-ാം ദിവസത്തിന്റെ പ്രസക്തി സ്വർഗത്തിലെ തമ്പുരാൻ നമുക്ക് തിരിയുന്നില്ല എന്ന് കണ്ടുകൊണ്ട് വീണ്ടും പഠിപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ പോയാൽ 24 വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. അപ്പം ഇന്ന് സ്വർഗത്തിലെ തമ്പുരാന് തന്റെ സഭാമക്കൾക്ക് ഒരു പ്രത്യേക വെളിപാടൊന്ന് അടിവരിട്ട് കൊടുക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം 24 സഭകളിൽ നിന്നും ഓരോ പൗഷ്ടികന്മാരെ കണ്ടുപിടിച്ച് അവര് വഴി ഈ പ്രബോധനം കൊടുത്തെങ്കിലേ അത് നമ്മൾ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് എവിടെ ചെല്ലും? ദൈവം ഇടപെടുമ്പം അബ്രാഹത്തെ വിളിച്ചു, അബ്രാഹത്തിന്റെ കുടുംബക്കാർക്ക് വേണ്ടി മാത്രമാണ് അബ്രാഹത്തെ വിളിച്ചത് അല്ല. ആ വിളി മനുഷ്യർക്ക് മുഴുവനും വേണ്ടിയിട്ടാ. ഇസ്രായേൽക്കാരെ തെരഞ്ഞെടുത്ത് വളർത്തി, അത് ആ ജനതയ്ക്ക് വേണ്ടി മാത്രമാണോ? അതുവഴി ലോകത്തിന് മുഴുവൻ രക്ഷ കിട്ടാനാ. അതുകൊണ്ട് ആ ദൗത്യം പൂർത്തിയാക്കി ഈശോ പറഞ്ഞു, നിങ്ങൾ പോയി എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന വെളിപാട് മനുഷ്യർക്ക് മുഴുവനും ഉള്ളതാണ്. തമ്പുരാൻ അവിടുന്ന് ആരും തിരഞ്ഞെടുക്കുന്നു പൗഷ്ടികനെ എടുത്തതിന് വേണ്ടിയിട്ട്. പുതിയ കാര്യം ഒന്നുമല്ല, ദൈവത്തിന്റെ കാരുണ്യം നമുക്കറിയാമല്ലോ. പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവിൻ. ഈശോ പഠിപ്പിക്കും, നമുക്കറിയാം ദൈവത്തിന്റെ കാരുണ്യം, ഈശോ ദിവ്യകാരുണ്യ നാഥൻ, ഇതെല്ലാം നമുക്കറിയാം. അതുകൊണ്ട് ഇത് ലത്തീസഭയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രബോധനമാണ്. നമ്മൾ പൗരസഭയിൽ ഇത് പ്രസക്തി ഇല്ല എന്നൊക്കെയുള്ള ചിന്ത ദൈവശാസ്ത്രപരമായിട്ടും പാരമ്പര്യത്തിലേക്ക് നോക്കിയിട്ടും നമ്മൾ പഠിപ്പിക്കാൻ ചിന്തിക്കാൻ പോകുമ്പം നമ്മുടെ ആ നോട്ടം എവിടെയോ വെച്ച് ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നു. ആ നോട്ടം ചെന്ന് നിൽക്കേണ്ട ആദ്യ ഫോന്തം ഉറവെടുത്ത് ചെല്ലണം, ഈശോയിലേക്കെങ്കിലും ചെല്ലണം, ഈശോയിലെ വല്ല പിതാവിലേക്ക് ചെല്ലണം. അതുകൊണ്ട് ഈശോ എപ്പോഴും പഠിപ്പിക്കുന്ന കാണാം, പിതാവ് പഠിപ്പിച്ചതുപോലെ, പിതാവ് എന്നെ അയച്ചതുപോലെ, പിതാവ് സ്നേഹിച്ചതുപോലെ, പിതാവിലേക്കുള്ള വഴി ഇങ്ങനെ പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥനായ പിതാവേ, ഈശോ തന്നെയും തന്നിലാണ് നിർത്തിയത്, പിതാവിലേക്കാണ് കൊണ്ട് നിർത്തിയത്. പരിശുദ്ധാത്മാ പോലും അങ്ങനെയല്ലേ? റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം 14, 15, 16 വാക്യങ്ങള്, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരല്ല ദൈവത്തിന്റെ പുത്രരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തി നമുക്ക് കിട്ടിക്കുന്ന ഏറ്റവും മനോഹരമായ പരാമർശനം പരിശുദ്ധാത്മാവ് പുത്രസ്വീകാരത്തിന്റെ ആത്മാവാണ് എന്നുള്ളതാണ്. പുത്രസ്വീകാരത്തിന്റെ ആത്മാവാ. അർത്ഥം എന്താ? നമ്മളെ ദൈവത്തിന്റെ പുത്രരാക്കി മാറ്റുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒന്നാമത് ദൗത്യം അതാ. അതിനു വേണ്ടിയിട്ട് അവിടുന്ന് തരുന്ന ദാനങ്ങൾ, വരങ്ങളെല്ലാം ഒത്തിരി ഉണ്ട്. നമ്മൾ ദൈവത്തിന്റെ പുത്രരാകുന്നില്ലെങ്കിൽ ഒരു വരവും ഒരു ദാനവും ഉപകാരപ്പെടുകയല്ല. നമ്മൾ ദൈവമക്കളാകണം. ദൈവമക്കളായി വരുന്നവരുടെ കൂട്ടായ്മയാണ് സഭ. ആ സഭയെ പടുത്തുയർത്താനാ പിന്നെ വരങ്ങൾ വരുന്നത്, ദാനങ്ങൾ വരുന്നത്. നമുക്കറിയാം. ഇവിടെ കണ്ടു, ദൈവത്തിന്റെ മക്കളാണെന്ന ആത്മാവ് നമ്മുടെ ആത്മാവ് സാക്ഷി നൽകുന്ന മക്കളിന്റെ അവകാശികളുമാണ്. ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികള്. പരിശുദ്ധാത്മാവ് നമ്മൾ നിരന്തരം പിതാവിലേക്കാം. അപ്പൊ നമ്മുടെ എല്ലാ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ഉറവിടം, ആദ്യ ഫോന്തം ഉറവിടം എന്ന് പറയുമ്പോൾ തൃത്വക ദൈവമാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കി കാണത്തില്ല. ദൈവം ആത്മാവ് അരൂപിയാണ്. അവിടെ ദൈവം ശരീരമായിട്ട് വന്ന ഈശോ. അപ്പൊ ഈശോയ്ക്ക് നമ്മൾ നോക്കണം. ഈശോ അനുഭവം പങ്കുവെച്ചതാണ് അപ്പസ്തലന്മാർക്ക് കിട്ടിയത്. അവിടേക്ക് നമ്മൾ നോക്കുന്നതിന് ലത്തീൻ സഭയാണോ സീറോ മലബാറാണോ ഇതൊന്നും തടസ്സമല്ല. അതിനെല്ലാം അപ്പുറത്തുള്ള ഉറവിട അനുഭവത്തിന്റെ പങ്കുവെക്കലിന്റെ മേഖലയാണിത്. അതുകൊണ്ട് ഇത് മാർപ്പാപ്പ പഠിപ്പിക്കുമ്പോൾ അത് ഒരു സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വചനത്തിന്റെ ഉൾക്കാഴ്ചയ്ക്ക് നമ്മളെല്ലാം ഇറങ്ങിച്ചെല്ലുന്നതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ലത്തീൻ സഭയേക്കാൾ കൂടുതൽ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാനുള്ള അവകാശമുള്ളത് മാർത്തോമ സഭയിലെ അംഗങ്ങൾ, മാർത്തോമയുടെ പൈതൃകമുള്ള മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയിലെ അംഗങ്ങൾക്കാന്ന് വേണേൽ പറയാം, അങ്ങനെ വാദിക്കാനാണെങ്കിൽ.
വാദിക്കാനല്ല പറയുന്നത്. കാരണം ഈ പുതിയ ഞായറാഴ്ച ഇതുപോലെ ആഘോഷിച്ചു കൊണ്ടുവരികയാണ് തോമസിന്റെ മക്കളെന്ന് പറഞ്ഞുകൊണ്ട്. രണ്ടാം ദുഃഖാനയായിട്ട് ആഘോഷിക്കുകയാണ്. അത് കരുണയുടെ ആഘോഷമാണെന്ന് നമ്മൾ എങ്ങനെയോ തിരിച്ചറിഞ്ഞില്ല. അത്ര മാത്രമേ ഉള്ളൂ. അത് ഇനിയെങ്കിലും തിരിച്ചറിയണം. അവിടെ പുതിയ ഞായറാഴ്ച നമുക്ക് ആഘോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുമിച്ച് ദൈവ കരുണയുടെ അനുഭവം, ഈ കരുണയുടെ ചിത്രത്തിന്റെ കതിരുകള്, ആ കതിരുകളിലേക്ക് ചുമന്ന കതിര് തിരുരക്തം, അതിലേക്ക് തോമാസിനെ കൊണ്ടുവന്ന് കഴുകിയിട്ട് വിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന അനുഭവം, വെള്ള കതിരുകള്, ജീവജലം, പശുത്താത്മാവ് ഉണ്ടോ, രക്തവും ജലവും. അവിടെ ഒരു വൈരുദ്ധ്യത്തിന്റെയും പ്രസക്തി ഇല്ല എന്നുള്ളത് തിരിച്ചറിയണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദര സഹോദരങ്ങൾ, നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കരുണയുടെ തിരുനാളിന്റെ പ്രസക്തി ഞാനിപ്പോൾ ഒരു ചിന്തയൊന്ന് പറയുകയായിരുന്നു. നമുക്കത് പുതിയ ഞായറാഴ്ചയുമായിട്ട് ഒരു തരത്തിലും ഒരു ക്ലാഷുള്ള വിഷയമല്ല. ആഴത്തില് ഉൾച്ചേർന്ന് നമ്മുടെ പിതാവായ തോമാശ്ലീഹ ദൈവകാരുണ്യം എങ്ങനെ അനുഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എങ്ങനെയോ കയറിപ്പോയ ആ വിശ്വാസത്തിന്റെ കറയെ കഴുകി വിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന അഭിഷേകത്തിലേക്ക് വന്നു. അതുപോലെ ഈ സഭമക്കൾ അല്ലെങ്കിൽ ദൈവമക്കൾ എല്ലാവരും കടന്നു വരാനായിട്ട് അവിടുന്ന് ഒരുക്കിയ ദിവസമാണ് പുതു ഞായറാഴ്ച, കരുണയുടെ തിരുനാൾ ദിവസം. അങ്ങനത്തെ ഒരു വലിയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.